ഇന്ന് നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ സ്റ്റാറുകൾക്ക് പിന്നാലെയാണ്. ഒരുപാട് തരത്തിലുള്ള ഓരോ ദിവസവും പൊട്ടിമുളച്ചു വരുന്ന പലതരം സെലിബ്രിറ്റികൾ, പലതരം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബിലുള്ള വ്ളോഗർമാർ, ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള പേരുകളും അതുപോലെയുള്ള ആളുകളും ഒക്കെ പിന്നാലെയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത്. ഇത് ഒരു പക്ഷേ നമുക്ക് ഇതിനു മുമ്പ് മുൻ മാതൃകകളില്ലാത്ത ഒരു വിഷയമാണിത്. കാരണം നമുക്ക് ഏതൊരു വിഷയത്തിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ വായിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്ത് നോക്കിയിട്ട് വായിക്കാത്ത കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, വായിച്ച കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാൻ ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് സോഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കൃത്യമായി കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പുമായി സംവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ അവർ കായിക മത്സരങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇങ്ങനെ ഓരോ വിഷയത്തിലും എന്ത് സംഭവിക്കും അവരുടെ ഭാവിയിൽ എന്ന കാര്യം നമുക്ക് കൃത്യമായി പറയാൻ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് പുതിയൊരു ഫിനോമിനനാണ് അല്ലേ. നമ്മുടെ ഏകദേശം ഒരു 2000-കൾക്ക് ശേഷം ഇന്റർനെറ്റ് വ്യാപിക്കുന്നു. അത് തന്നെ 2010-കൾക്ക് ശേഷമോ അല്ലെങ്കിൽ 15-ന് ശേഷമൊക്കെയാണ് ഈ രൂപത്തിൽ എല്ലാവർക്കും ഫുള്ളി ആക്സസബിൾ ആയ രൂപത്തിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആകുന്നത്. ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ഏറ്റവും ചീപ്പായി ഇന്റർനെറ്റ് കിട്ടുന്ന വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലൊന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വളരെ വിപുലമായ ഒരു ആക്സസ് ആണ് ഈ ഒരു ഇന്റർനെറ്റിന്റെ ലോകത്തേക്കുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ്സ് ഉണ്ട്. തീർച്ചയായും നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റാത്ത അത്രയും ഡാറ്റ നമ്മുടെ കയ്യിൽ വളരെ ഫ്രീ ആയി അവൈലബിൾ ആകുന്നു എന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. മറുഭാഗത്ത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം? കാരണം നമുക്ക് അറിയില്ല ഇത് എവിടേക്ക് ചെന്നെത്തും, ഏത് എക്സ്റ്റെൻഡിലേക്ക് ഇത് ചെന്നെത്തും എന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണയുമില്ല. പക്ഷേ ഇതിൻ്റെ അപകടങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നമ്മൾ മുമ്പ് നമ്മുടെ ഫാനിസം എന്നൊക്കെ പറയില്ല, ഓരോരുത്തരുടെ ഫാൻ ആവുക, അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് പൊതുവെ പല രൂപത്തിൽ നെഗറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് പലപ്പോഴും അറിയാം. സിനിമാ താരങ്ങളുടെ, അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ, ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഫാൻ ആവുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വളരെ മുന്നേ തന്നെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്കൊരു കൺട്രോൾ പലപ്പോഴും സാധ്യമാണ് അല്ലേ. അവരെ ഇഷ്ടപ്പെടുന്നു, അവരുടെ കളിയെ ഇഷ്ടപ്പെടുന്നു, അവരുടെ ആക്ടിങ്ങിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളിടത്ത് പലപ്പോഴും അത് അവസാനിക്കുകയും ചെയ്യും. പക്ഷെ ചിലപ്പോഴൊക്കെ അത് വളരെ ഒരു പിടുത്തവും കിട്ടാത്ത രൂപത്തിലൊക്കെ പോകും അല്ലേ. ഡൈ ഹാർഡ് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എല്ലാ നിലക്കും അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സച്ചിൻ്റെ ഫാൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, സച്ചിൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കളിയെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടക്കം ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അടക്കം ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് പോവുകയും ചെയ്താൽ പോലും ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം എന്താ, സച്ചിൻ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ആ നിലക്കുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസിൽ ബന്ധിതമായി കുറച്ചൊക്കെ ഒരു മാന്യമായ ജീവിതമായിരിക്കും അദ്ദേഹം നയിക്കുന്നുണ്ടാവുക. ഇനി ഒരാൾ സച്ചിനോടുള്ള ഫാനിസം മൂത്തുകൊണ്ട് സച്ചിനെ മാത്രം ആരാധിക്കുകയും അങ്ങനെ ജീവിച്ചാൽ പോലും അയാൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് സാമൂഹ്യ വിരുദ്ധമായ രൂപത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അയാൾ നോക്കുന്ന സച്ചിൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു മാന്യമായി ജീവിക്കുന്ന ആളായിരിക്കും. ഞാൻ വെറും സച്ചിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, മെസ്സിയെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ധോണിയാണെങ്കിലും അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും ഈ രൂപത്തിൽ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഇങ്ങനെയുള്ള നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഫാനിസത്തിൻ്റെ ആളുകളായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെലിബ്രിറ്റികളേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം അവരുടെ ഫെയിം, അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അവർക്കറിയാം. ആ നിലക്ക് ചിന്തിച്ചും അറിഞ്ഞുകൊണ്ട് മാത്രമേ അവർ കാര്യങ്ങൾ ഇടപെടുകയുള്ളൂ, അവർ സമൂഹത്തിൽ സംസാരിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു കാര്യം നമുക്ക് അതുകൊണ്ട് തന്നെ ഫാനിസത്തിന് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടെങ്കിൽ കൂടി ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ള ഒരു ആശ്വാസം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സച്ചിനെയോ ധോണിയെയോ പൃഥ്വിരാജിനെയോ മമ്മൂട്ടിയോ പോലെയോ അല്ല, ഈ നിലക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് പോലും ഇല്ലാത്ത, ഫെയിം നൽകുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് പോലും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ആർക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ സെലിബ്രിറ്റി ആകാം എന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ളത് വളരെയധികം അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം സച്ചിന് ആ ഫെയിം കിട്ടാൻ കാരണം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ കഴിവുമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാണെങ്കിലും അവർ ഈ ഒരു ഫെയിമിലേക്ക് എത്തിപ്പെടാൻ കാരണം അവരുടെ കഴിവും അവരുടെ കഠിനാധ്വാനവുമാണ്. അങ്ങനെ അവർ അവിടേക്ക് എത്തിപ്പെടുമ്പോൾ ആ വഴികൾ അവർക്കറിയാം, സൊസൈറ്റിയോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവർക്കറിയാം. അവരെ ഇനി ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്താൽ പോലും അതിൻ്റെ ഒരു പരിക്ക് എന്ന് പറയുന്നത് ചുരുക്കമായിരിക്കും. പക്ഷേ ഇതൊന്നും വേണ്ട, ഒരു കഴിവും വേണമെന്നില്ല. ഒരു ക്യാമറ ഉണ്ടായാൽ മതി, ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായാൽ മതി, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് വൈറലാകുന്ന ഒരവസ്ഥ.
അതിന് പിന്നാലെ കൂടാൻ ആളുകളെ കിട്ടുന്ന ഒരു അവസ്ഥ, ഇത് വളരെയധികം അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ. ആരെങ്കിലും തെറി പറഞ്ഞാൽ, എന്തെങ്കിലും അശ്ലീലം വിളിച്ചു പറഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് പിന്നാലെ കൂടുന്ന ആളുകൾ അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് എങ്കിൽ അതല്ല വാസ്തവം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ വളരെ വൃത്തികെട്ട രൂപത്തിൽ പിന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നാലെ അണിചേരുന്നത് വളരെ ചെറിയ പിന്നെ കുട്ടികളാണ് അല്ലേ. ഏറ്റവും നിഷ്കളങ്കരായ ബാല്യങ്ങളാണ് അവർക്ക് പിന്നാലെ പോകുന്നത് എന്ന് മാത്രമല്ല, അവർ ഇവരുടെ ഇത്തരം കാര്യങ്ങളെ അത് അനുകരിക്കുക കൂടി ചെയ്യുന്നു. അവർ പറയുന്ന തെറികൾ, അവർ പറയുന്ന ഡയലോഗുകൾ, അവർ പറയുന്ന കാര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് അവരെ ഒരു റോൾ മോഡലായി എടുക്കുന്ന ഒരു അവസ്ഥ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നല്ല. കാരണം രക്ഷിതാക്കൾക്ക് ഈ ഒരു പാരലൽ വേൾഡിനെ കുറിച്ച് അറിവ് തന്നെ ഇല്ല, നമ്മൾക്ക് പോലും അറിവില്ല. കാരണം അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ വിവാദമായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ ചെയ്യുന്ന ക്ലിപ്പുകളൊക്കെ വരുമ്പോഴാണ്, അത് വാട്സപ്പിലൂടെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു അവസ്ഥയെ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ വേൾഡ് അല്ലേ, ഒരു റിയൽ വേൾഡും റിയൽ വേൾഡും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ആളുകളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്, അവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് വായിക്കാൻ കൊടുക്കുക, വീഡിയോ കാണാൻ മാത്രമല്ല വായിക്കാൻ കൊടുക്കുക. അത് അവർ വായിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്താണ് യഥാർത്ഥ ലോകം എന്നുള്ളത്. അതുപോലെ തന്നെ കായികമായി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്തരം ജീനിയസുകൾ ഒരുപാട് നമ്മുടെ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. പലതരത്തിൽ സൊസൈറ്റിയെ പല രൂപത്തിൽ പോസിറ്റീവ്ലി പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ചരിത്രത്തിൻ്റെ പിന്നെ താളുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവരെക്കുറിച്ച് പിന്നെ നമ്മുടെ കുട്ടികൾ വായിക്കട്ടെ, അവരെ ഇമിറ്റേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരെ പിന്നെ അവരുടെ ഫാൻ ബോയ്സ് ആകട്ടെ അല്ലേ, എങ്കിൽ ഉണ്ടാകുന്ന പരിക്കുകൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഒരു പോസിറ്റീവായ രൂപത്തിൽ സ്വാഭാവികമായും ചെറിയ കുട്ടികൾക്ക് ആരെങ്കിലും പിന്നെ നോക്കാൻ അല്ലെങ്കിൽ അവിടേക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവുക അല്ലെങ്കിൽ ഒരു കൂട്ടം ഉണ്ടാവുക എന്ന് പറയുന്ന അവരുടെ ഒരു നേച്ചറിൻ്റെ കൂടി ഭാഗമാണ്. അവിടെ അത് പോസിറ്റീവ്ലി ചാനൽ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള മാതൃകകളെ കാണിച്ചു കൊടുക്കാൻ, അതിനൊക്കെ അപ്പുറത്ത് രക്ഷിതാക്കൾ റോൾ മോഡൽ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രക്ഷിതാക്കളെ നോക്കി എൻ്റെ ഉപ്പയെ പോലെ, എൻ്റെ അച്ഛനെ പോലെ ആകണം എനിക്ക്, എൻ്റെ അമ്മയെ പോലെ ആകണം എനിക്ക്, എൻ്റെ ഇന്ന ബന്ധുവിനെ പോലെ ആകണം എനിക്ക് എന്ന രൂപത്തിൽ കുട്ടികൾക്ക് തോന്നുന്ന രൂപത്തിൽ നമുക്ക് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നെ ആരും വേറെ ഒരു ഇൻഫ്ലുവൻസറും വന്നിട്ട് അവരെ എവിടേക്കെങ്കിലും കൊണ്ടുപോവില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒന്ന് റോൾ മോഡലുകളെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുക, രണ്ട് നമുക്ക് തന്നെ ഇൻഫ്ലുവൻസേഴ്സ് റോൾ മോഡൽസ് ആവാൻ ശ്രമിക്കുക എന്ന പോലെയുള്ള കാര്യങ്ങൾ വളരെ പിന്നെ എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് കുറച്ചധികം പ്രയാസമായിരിക്കും നമ്മുടെ വിഷയം എന്നുള്ളത് കൂടി കണക്കിലെടുക്കുക. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചിട്ടോ അതൊക്കെ വേറെ എവിടെ നടക്കുന്നൊരു കാര്യമല്ലേ എന്ന രൂപത്തിൽ ചിന്തിച്ചിട്ടോ കാര്യമില്ല. ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകടം നമ്മുടെ വാതിൽ പടിക്കൽ അല്ല, അതിൻ്റെയും ഉള്ളിലേക്ക് നമ്മുടെ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ കൃത്യമായി പ്രോ ആക്റ്റീവായി ഇത്തരം വിഷയങ്ങളോട് ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുക.